അമേരിക്കൻ പ്രസിഡന്റായിട്ട് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേക്ക് എത്തിയാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ലോകം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ട്രംപിൻ്റെ നീക്കങ്ങൾ അപ്രതീക്ഷിതമാണ്. ഇടയ്ക്ക് ഫിൻലൻഡ് പോലെയുള്ള രാജ്യങ്ങൾക്ക് നേരെ, കാനഡയ്ക്ക് നേരെ, മെക്സിക്കോയ്ക്ക് നേരെ എന്തൊക്കെയാണ് പറയുന്നത് അറിയില്ല. എന്തിന്? റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം നിർത്താം, ഉക്രൈനിലെ ധാതുക്കൾ അത് വേണം ഞങ്ങൾക്ക്. ഇതുവരെയാണ് ട്രംപ് പറയുന്നത്. ഏതെങ്കിലും രാജ്യത്ത് പോർട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് വേണം. അപ്പം ട്രംപിൻ്റെ ലക്ഷ്യം നാഷണലിസ്റ്റ് എന്ന നിലയിൽ അമേരിക്കയെ ശക്തിപ്പെടുത്തുക. എങ്ങനെയാണ് സാർ ഒന്ന് വിലയിരുത്തുന്നതിനെ? ട്രംപിൻ്റെ വരവ് സുനിജ നേരത്തെ പറഞ്ഞതുപോലെ ലോകത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും. അതിനകത്ത് യാതൊരു സംശയമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ട്രംപിന് അമേരിക്കയിലും മാറ്റം വരുത്തും. ഇപ്പോൾ ട്രംപിൻ്റെ ഓരോ നടപടികൾ, ഇപ്പോൾ ഓരോ ദിവസവും എടുക്കുന്ന ഈ നടപടികളെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒപ്പിങ്ങനെ എപ്പോഴും നമ്മുടെ മനസ്സിലിങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്തിനൊക്കെ ഒപ്പിടുന്നതല്ലേ? അപ്പോൾ ഓരോ നടപടികളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് വളരെ വ്യക്തമാണ്. ഇതിനകത്തൊരു വലിയൊരു ഒരു അമേരിക്കയ്ക്ക് പുറത്തുള്ള മറ്റ് രാജ്യങ്ങൾക്കുള്ള ഏറ്റവും വലിയ ഗുണകരമായ ഒരു സംഗതി എന്ന് പറയുന്നത്, ഇതുവരെ അമേരിക്ക ചെയ്തുകൊണ്ടിരുന്ന പ്രക്രിയ എന്ന് വെച്ചാൽ ഈ ഡീപ് സ്റ്റേറ്റ് എന്നുള്ള സംഗതിയുണ്ട്. അമേരിക്കയിൽ ഏത് ഡെമോക്രാറ്റ്സ് വന്നാലും റിപ്പബ്ലിക്കൻസ് വന്നു കഴിഞ്ഞാലും അമേരിക്കയുടെ പൊതു രീതികൾ മാറില്ലായിരുന്നു. അത് ഈ ഡീപ് സ്റ്റേറ്റ് ആയിരുന്നു നിയന്ത്രിച്ചുകൊണ്ടിരുന്ന സാധനം. അതായത് ഒരു തരം മയക്കുമരുന്ന് അമേരിക്ക ഒരു പൈസ പോലും തങ്ങൾക്ക് റിട്ടേൺ ഇല്ലാത്തത് അമേരിക്ക ഇല്ലായിരുന്നു. ഇതുവരെ ചെലവഴിച്ചിട്ടില്ല. ഏതെങ്കിലും എയ്ഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു ചരടുണ്ടാവും. അപ്പോൾ ഭരണാധികാരികൾ പാവകളായി മാറുകയും ഡീപ് സ്റ്റേറ്റ് ചരട് പിടിച്ച് തീർച്ചയായിട്ടും അമേരിക്കയിൽ ഈ ട്രംപിൻ്റെ ഈ വരവ് വരെ ഏത് ഭരണകൂടം, ഏത് രാഷ്ട്രീയ കക്ഷിയെ അല്ലെങ്കിൽ പ്രസിഡന്റ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ ഭരണത്തിൽ മാറ്റം വരില്ലായിരുന്നു. അപ്പം USAID ആണെങ്കിലും WHO ആണ് ഉദാഹരണത്തിന്. USAID ഇപ്പോൾ USAID ട്രംപ് നിർത്തി. അപ്പോൾ ഈ USAID പോകുന്ന രാജ്യങ്ങളിലൊക്കെ എടുത്ത് നോക്കിയാൽ മതി. ഇപ്പോൾ രാജ്യത്തെ പട്ടിണി നിയന്ത്രിക്കാനാണെങ്കിലും ഇപ്പോൾ സൊമാലിയയിലെ പട്ടിണി നിയന്ത്രിക്കാൻ US ഒരു ദിവസം യുക്രൈൻ കൊടുക്കുന്ന ആയുധത്തിൻ്റെ കാശിൻ്റെ 1/4 മതിയാവും, അല്ലെങ്കിൽ അത്രയും മതി. ഒരു ദിവസത്തെ ചിലവ് മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ ഈ ലോകത്തെ പട്ടിണി നിയന്ത്രിക്കുക, അതല്ലെങ്കിൽ അസുഖങ്ങൾ കുറയ്ക്കുക, അതല്ലെങ്കിൽ സമാധാനം സൃഷ്ടിക്കുക, ആരോഗ്യം വർദ്ധിപ്പിക്കുക അതല്ല അമേരിക്കയുടെ ലക്ഷ്യമായിരുന്നത്. പക്ഷേ അവരെല്ലാത്തിനും മുൻനിർത്തുന്നത് എന്താണ്? ലോകത്തിൻ്റെ ആരോഗ്യത്തെ നമ്മൾ സംരക്ഷിക്കുന്നു, ലോകത്ത് സമാധാനം നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്നു, സമാധാനത്തിന് വേണ്ടി, അവികസിത രാജ്യങ്ങളുടെ വികസനത്തിന് വേണ്ടി USAID അല്ലേ, US ഇൻ്റർനാഷണൽ എയ്ഡ് ഫോർ ഡെവലപ്മെൻറ്റ്, വികസനത്തിന് വേണ്ടി. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് വികസനം എന്നുള്ള വാക്ക്. ആ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഇത് ഗ്രാൻറ്റ് കൊടുക്കുന്നു. പിന്നെ വാക്സിനുകൾ കൊടുക്കുന്നു. ആ വാക്സിനുകൾ ഇപ്പോൾ ഈ കെനിയൻ പ്രസിഡൻറ്റിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അവിടെ ഏതോ ഒരു വാക്സിൻ കഴിച്ച സ്ത്രീകളിലെല്ലാം ഈ ഇൻഫെർട്ടിലിറ്റി, വന്ധ്യത വളരെ പ്രകടമായി കണ്ടു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കെനിയയിലേക്കുള്ള ഗ്രാൻറ്റുമൊക്കെ നിർത്തിയിരിക്കുന്നു. അപ്പം അതുപോലെ സൗത്ത് ആഫ്രിക്കയായിട്ടുള്ള സംഗതികൾ. ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ ഇപ്പോൾ 2 പ്രശ്നമുണ്ട്. ഇപ്പം അമേരിക്ക ഭരിക്കുന്നത് ട്രംപാണോ ഇലോൺ മസ്ക് ആണോ എന്നുള്ളതാണ്. 2 ഭരണാധികാരികളിലെ ശരിക്കും ഇലോൺ മസ്ക് ആണ് കൂടുതൽ ശക്തി പ്രാപിച്ചിരിക്കുന്നത്. കാര്യം ഉദാഹരണത്തിന് ഇപ്പോൾ സൗത്ത് ആഫ്രിക്ക തന്നെയാണ് ഉദാഹരണം. സൗത്ത് ആഫ്രിക്കയായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന ഇലോൺ മസ്കിൻ്റെ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു സംഗതിയായിരുന്നു അമേരിക്ക തുടർന്ന് വന്നിരുന്നത്. അപ്പം ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി, ഹ്യൂമൻ റൈറ്റ്സ് സംരക്ഷിക്കുന്നതിന് വേണ്ടി മുന്നണി പോരാളിയാകുന്ന ആരാണ്? അമേരിക്ക. അത്തരത്തിലുള്ള NGOസിന് പിന്നെ നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ 10,000-കണക്കിന് NGOs ഉണ്ട്. അവർക്ക് സഹായം നൽകുന്നവരാണ് അമേരിക്ക. അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് എടുത്ത് നോക്കിയാലും ലോകസമാധാനം നോക്കിയാലും എല്ലാത്തിനും ഫണ്ട് ചെയ്യുന്നതും മുന്നിട്ട് നിൽക്കുന്നതുമെല്ലാം അമേരിക്കയാണ്. ഇതിൻ്റെ എല്ലാം പിന്നിൽ അവരുടേതായിട്ടുള്ള, ഉദാഹരണത്തിന് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അവർ മുന്നോട്ട് വച്ചിരിക്കുന്ന സാങ്കേതികത്വം ഉപയോഗിച്ചുകൊണ്ടുള്ള അവരുടെ മാസ് പ്രൊഡക്ഷനെ, അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള മാർക്കറ്റുകളെ ക്രിയേറ്റ് ചെയ്യുക, അതിലുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക, ആത്യന്തികമായി കച്ചവടത്തിലുള്ള ലാഭം ഉണ്ടാക്കുക. അത് പക്ഷേ ഗോപ്യമായിരുന്നു, മറച്ചിട്ടായിരുന്നു, പരോക്ഷമായിരുന്നു. നിങ്ങളെ വികസിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ നശിപ്പിക്കുന്നു എന്നുള്ള പ്രക്രിയയായിരുന്നു. നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കൊല്ലുന്നു എന്ന് പറയുന്ന പ്രക്രിയയായിരുന്നു അമേരിക്ക ഡീപ് സ്റ്റേറ്റ് വളർത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലോകത്തിന് ട്രംപിൻ്റെ ഈ വരവ് വളരെ അനുകൂലമായൊരു സംഗതിയാണ്. കാരണം ട്രംപ് ഇത് നേരിട്ട് അങ്ങോട്ട് പ്രാവർത്തികമാക്കുകയാണ്. ഡീപ് സ്റ്റേറ്റ് വളരെ ഗോപ്യമായി നടത്തിക്കൊണ്ടിരുന്ന സംഗതി ട്രംപ് വളരെ പ്രകടമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് കാര്യം സ്ട്രൈറ്റ് ആയിട്ട് യുക്രൈന് ഇത് തരാം, പക്ഷെ നീ എനിക്ക് അവിടുത്തെ റെയർ എർത്ത്സ് കംപ്ലീറ്റ് തരണം.
അതുപോലെ ജപ്പാനുമായിട്ട് വലിയ ജപ്പാനിലെ സഖ്യകക്ഷിയാണ്, അവരുടെ സുരക്ഷിതത്വം മുഴുവൻ അവർ നോക്കുന്നതാണ്. അപ്പോൾ ജപ്പാൻ പ്രധാനമന്ത്രി ഇഷിബുമായിട്ടൊക്കെ ഇന്നലെ ഇവിടെ ചർച്ച നടത്തുകയും അവിടെ പിന്നെ അമേരിക്കയിൽ വരികയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു. അവർ $1 ട്രില്യൺ അമേരിക്കയിൽ നിക്ഷേപം നടത്തുന്നതിനെ കുറിച്ചൊക്കെ ഇഷിബു സംസാരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ എങ്കിലും ജപ്പാൻ്റെ ടാരിഫും കൂട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ടാരിഫുകൾ കൂട്ടി ഇതുകൊണ്ട് അൾട്ടിമേറ്റ്ലി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കൻ ജനതയുടെ ജീവിതം ബുദ്ധിമുട്ടിലാവും. പല സംഗതികളും അവിടെ വന്നുകൊണ്ടിരുന്ന സംഗതികളുടെ വില വർദ്ധിക്കുകയും ഈ ടാരിഫ് വർധനയുടെ ഇമ്പാക്റ്റ് മുഴുവൻ അനുഭവിക്കുന്നത് തദ്ദേശീയരാണ്. എല്ലാ സാധനങ്ങളുടെയും ഇത് കൂടുകയും അവിടെ ഇൻഫ്ലേഷൻ വല്ലാണ്ട് വർദ്ധിക്കുകയും സാമ്പത്തിക നില അഭദ്രമാവുകയും ചെയ്യും. അത് വേറെ കാര്യം. പക്ഷേ ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ഇതെല്ലാ രാജ്യങ്ങൾക്കും ഒരു വേക്കപ്പ് കോളാണ്. ഇപ്പോൾ ഇന്ത്യയുടെ ഇപ്രാവശ്യത്തെ 2025-26 ബജറ്റിലേക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡയറക്ഷൻ നമുക്ക് കാണാൻ പറ്റും. അതായത് തദ്ദേശീയമായിട്ടുള്ള ഡെവലപ്മെൻറ്റിലൂടെ എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു സൂചന ഇപ്രാവശ്യത്തെ ബജറ്റിനകത്ത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതായത് വിദേശ വിപണി ആശ്രയിക്കാതെ സ്വന്തം പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചിട്ട് വ്യാപാരത്തിൽ ഏർപ്പെടുക. ഇപ്പോൾ വിദേശ വിപണിയെ നമുക്ക് ആശ്രയിക്കാൻ ഒരു രാജ്യത്ത് നിലനിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതേപോലെ തന്നെ യൂറോപ്പ് വളരെ ശക്തമായിട്ട് വന്നു. യൂറോപ്പ് ട്രംപിൻ്റെ ഈ നിലപാടിനെതിരെ ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഉർസുല വോൺ ലെയറാണ് ഇപ്പോൾ വളരെ നിറഞ്ഞു നിൽക്കുന്നത് യൂറോപ്പിൻ്റെ ശബ്ദമായിട്ട്. കാരണം യൂറോപ്യൻ യൂണിയൻ്റെ പ്രസിഡൻ്റാണ് അവർ. അപ്പോൾ അവർ വളരെ ശക്തമായിട്ട്, കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ട്രേഡിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് യൂറോപ്പാണ്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ കോർട്ടിനെതിരെ സാങ്ഷൻസ് പുറപ്പെടുവിച്ചു. അപ്പോൾ ഇങ്ങനെ ലോകത്തെ മുഴുവൻ ഇങ്ങനെ വളരെ ഐസൊലേറ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ട് ആ ഐസൊലേഷൻ തിയറിയിലാണ് ഇപ്പം ട്രംപ് വിശ്വസിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതാത് രാജ്യങ്ങൾക്ക്, ഓരോ രാജ്യങ്ങൾക്ക് അവരുടേതായ ശക്തിയിലൂടെ മുന്നേറുക എന്നുള്ള ഒരു വേക്കപ്പ് കോളാണ് ഈ ട്രംപ് നൽകുന്നത്. അത് ഇന്ത്യക്കും കേരളത്തിനും, ശേഷം കേരളത്തിനാണ് അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ വിദേശ ഇന്ത്യക്കാരെ ചങ്ങലയിട്ട് നാട്ടിലേക്ക് കൊണ്ടുവന്നു. ഇത് വളരെ സ്വാഭാവികമായിട്ടും അമേരിക്ക നമ്മളോട് കാണിച്ച അല്ലെങ്കിൽ ഒരു ചെയ്ത അനീതിയാണ്, വളരെ അനൗചിത്യമായ സംഗതിയാണ്. പക്ഷേ അതേ സമയത്ത് നമ്മളിതിനെ മനസ്സിലാക്കേണ്ടത്, രാഷ്ട്രീയമായിട്ട് ഇപ്പോൾ നമ്മളെ എതിർക്കുന്നതിനെ പറയാം, പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും ഒരു ഇന്ത്യക്കാരനല്ല ആര് പോയി കഴിഞ്ഞാലും സെക്കൻഡ് ക്ലാസ് സിറ്റിസൺ ആയിരിക്കും, ഓർ തേർഡ് ക്ലാസ് സിറ്റിസൺ ആയിരിക്കും. അതിൻ്റെ കൃത്യമായ ഉദാഹരണമാണ്. അതോടൊപ്പം തന്നെ വിദേശത്ത് ഇനി പഴയതുപോലുള്ള പോക്ക് നടക്കത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ അതിൻ്റെ ക്ലാസിക്കൽ എക്സാമ്പിൾ, കഴിഞ്ഞ ദിവസം ഇൻഫോസിസ് മൈസൂർ യൂണിറ്റിൽ നിന്ന് 500 ട്രെയിനുകളെ പിരിച്ചുവിട്ടു. അതിന് പറഞ്ഞിരിക്കുന്ന കാരണം എന്ന് പറയുന്നത് അവരുടെ മൂല്യനിർണ്ണയ പരീക്ഷയിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അതായത് ആരും പാസ്സാകാൻ കഴിയാത്ത രീതിയിലുള്ള ചോദ്യങ്ങൾ ഇട്ടുകൊടുത്ത് ഈ 500 പേരെ പുറത്താക്കി. അതിനകത്ത് സിസ്റ്റം അനാലിസ്റ്റുകളുണ്ട്, പ്രോഗ്രാമേഴ്സ് ഉണ്ട്, കോഡിംഗ് നടത്തുന്നവരുണ്ട്. ഇതെല്ലാം വളരെ സാങ്കേതിക മികവ് ആവശ്യമുള്ള ജോലികളാണ്. അവരെ ആ 500 പേരെയാണ് ഇൻഫോസിസ് പുറത്തു വിട്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താ? അതിനകത്ത് നല്ലൊരു ശതമാനം മലയാളികളായിരിക്കും. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ AI അവർ അവരുടെ ജോലികളിലേക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങി. മനുഷ്യൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ അതിപ്പോൾ സാം ആൽട്ട്മാൻ ഇപ്പോൾ ഇന്ത്യയിൽ വന്നിരുന്നു, കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇന്ത്യയിൽ വന്നിരുന്നു. അപ്പോൾ അദ്ദേഹം ഇറക്കാൻ പോകുന്ന ഏജൻ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ ഇപ്പോൾ ഒരു എംപ്ലോയിയുടെ കംപ്ലീറ്റ് രീതിയിൽ പ്രവർത്തിക്കുന്ന രീതിയിലുള്ളൊരു സംഗതിയാണ് സാം ആൽട്ട്മാൻ ഇറക്കാൻ പോകുന്നത്. കാരണം അയാൾ ഡീപ് സീക്കിൻ്റെ വരവിൽ അയാൾ ആകെ വരണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെ ഈ പശ്ചാത്തലത്തിൽ പിടിച്ചു നിൽക്കാമെന്നുള്ള ഓട്ടത്തിലാണ് സാം ആൽട്ട്മാൻ നടക്കുന്ന സാധനം. അതോടൊപ്പം തന്നെ ഇന്ത്യയും ഇതിലേക്ക് നമ്മൾ വളരെ 10 മാസത്തിന് ശേഷം ഇന്ത്യയും ഉള്ള നിർണായകമായ നേട്ടം അതിനകത്ത് ഉണ്ടാക്കുന്നുള്ള സംശയമില്ല. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യം മനസ്സിലാക്കേണ്ടത്. കേരളം ഇപ്പോൾ നമ്മുടെ ബജറ്റിനകത്ത് ഡാറ്റാ സെൻറ്ററിൽ ഉണ്ടാക്കാനായിട്ട് കുറേ മാറ്റി വെച്ചിട്ടുണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ മാറ്റങ്ങളെ അറിയാത്ത ആസൂത്രണ വിദഗ്ധരിന്ന് ചെയ്യുന്നതുകൊണ്ടാണ്. ഇപ്പം ചെയ്യേണ്ടത് ഇന്ത്യ ഇത് ചെയ്ത് കഴിയുന്ന സമയത്ത് അതിനെ എങ്ങനെ കേരളത്തിലെ യുവാക്കൾക്കും ഈ സാങ്കേതികത്തിൽ താല്പര്യമുള്ളവർക്കും എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതിലേക്ക് ഇവിടെ അതിനുള്ള പദ്ധതികൾ ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ നോക്കുമ്പോഴത്തേക്ക് ലോകത്തിൽ മുഴുവൻ ഓരോ സമൂഹവും അവരുടേതായിട്ടുള്ള ശക്തികളിൽ നിന്ന് ഉണർന്നെങ്കിൽ മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അതിന് അനുസൃതമായൊരു സാങ്കേതിക വിദ്യ കൈവന്നിരിക്കുന്നു.
അപ്പോൾ ഒരു സംശയം, ഈ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേക്ക് വന്നപ്പോൾ ഈ ട്രംപിന് കുറേ രാജ്യങ്ങൾ വേണം. ഇപ്പം ഗ്രീൻലാൻഡ് വേണം, കാനഡ വേണം, മെക്സിക്കോ വേണം. പക്ഷേ യുദ്ധം ചെയ്തൊന്നും നേടിയെടുക്കാൻ പറ്റില്ല. പകരം സ്ട്രെയിറ്റ് ആയിട്ട് പറയണം, നിങ്ങൾ ഞങ്ങളുടെ കൂടെ ചേരും, ഞങ്ങൾ അത് ചെയ്തു തരാം, ഞങ്ങൾക്ക് അങ്ങനെ തന്നില്ലെങ്കിൽ ഞാൻ താരിഫ് കൂട്ടിത്തരും. അപ്പോൾ ഈ ട്രംപ് ഈ നിലപാട് സ്വീകരിച്ചാൽ ലോകത്തെ ന്യൂ വേൾഡ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ അല്ലെ ഒരു കൂട്ടം ഭരണാധികളെല്ലാം ഇവർക്കെതിരാവില്ലേ? തീർച്ചയായിട്ടും. മാത്രമല്ല ഇനിയിപ്പോൾ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടാവും. ട്രംപ് നേരിടാൻ പോകുന്ന സംഗതി ഇപ്പം തന്നെ ഇലോൺ മസ്കിൻ്റെ പോപ്പുലാരിറ്റി പിന്നെ വെറും 17-20% താന്നു വന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപിൻ്റെ പോപ്പുലാരിറ്റി താഴ്ന്നുള്ളതാണ് സാധനം. പിന്നെ ജന്മാവകാശ വിസ അത് കോടതിയിൽ അവിടെ സ്റ്റേ ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ പല പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് ഓർഡേഴ്സും അവിടെ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഇത് റിപ്പബ്ലിക്കൻസിൻ്റെ ഇടയ്ക്ക് തന്നെ ഭയങ്കര അൺപോപ്പുലർ. ഇയാൾ എന്താണ് കാണിക്കാൻ പോകുന്നത്? കാരണം സിവിൽ സർവൻസിനെ പിരിച്ചിടാൻ പോകുന്നു. അതെ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇലോൺ മസ്കിൻ്റെ കമ്പനിക്ക് തന്നെ $16 ബില്യൺ ഗവൺമെൻറ് കോൺട്രാക്റ്റ് ഉള്ളത്. അപ്പോൾ ഈ ഇലോൺ മസ്കാണ് നിശ്ചയിക്കേണ്ടത് ഗവൺമെൻറ് കോൺട്രാക്റ്റുകൾ ഏതൊക്കെയാണ് ചെലവ് ചുരുക്കേണ്ടത്, ഏതൊക്കെയാണ് കുറയ്ക്കേണ്ടത്, അല്ലേ? അതിപ്പോൾ ഇയാളുടെ കമ്പനിയുടെ $16 ബില്യൺ അകത്ത് ഇയാൾ എന്ത് തീരുമാനമായിരിക്കും എടുക്കുക? അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അമേരിക്കൻ ജനത ചോദിക്കുന്നത്. അപ്പോൾ ഇത് ട്രംപ് നേരിടാൻ പോകുന്നത് അമേരിക്ക ആഭ്യന്തരമായിട്ട് ഇത് നേരിടും. പക്ഷേ അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് തകർന്നു എന്നുള്ളതും ട്രംപ് വളരെ ബോധപൂർവമായിട്ട്, ഉദാഹരണത്തിന് ഗാസ, അവിടെ നിന്നുള്ള പാലസ്തീൻകാരെ അടിച്ചുപൊളിച്ചിട്ട് അവിടെ ഞങ്ങൾ ബീച്ച് ഉണ്ടാക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെയും ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട് അല്ലേ? അവിടെ കൺസ്ട്രക്ഷൻ, അവിടെ അദ്ദേഹത്തിന്റെ മരുമകൻ കൃഷ്ണർ, അവിടെ കൃഷ്ണറിന്റെ ഒരു വലിയ പ്ലാൻ ഉണ്ട്, അവിടെ ഒരു വലിയൊരു റിവേര ഉണ്ടാക്കാന്നുള്ള സംഗതി. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു അവസ്ഥയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അത് സൗദി അറേബ്യ വളരെ ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട്. സൗദി അറേബ്യ ട്രംപുമായിട്ട് വളരെ അടുത്ത ലോഹികവുമാണ്. അതെ. അപ്പോൾ ഈ രീതിയിൽ നോക്കുമ്പോൾ മറ്റ് രാജ്യങ്ങൾക്ക് അവരുടേതായിട്ടുള്ള പുത്തൻ സാങ്കേതിക വിദ്യ, ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങും മറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ തദ്ദേശീയമായ വിഭവങ്ങളും പിന്നെ മാനവശേഷി ഉപയോഗിച്ച് ഉയരാൻ പറ്റിയ അതിമനോഹരമായ ഒരു പുത്തൻ ലോകക്രമത്തിൻ്റെ ഒരു അവസരമാണ് ട്രംപ് ഒരുക്കുന്നത്. ഈ ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇന്ത്യയുടെ അടുത്ത സുഹൃത്താണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇന്ത്യക്ക് തന്നെ സ്വാധീനമുള്ള ചാബഹാർ പോർട്ട്, ഇറാനിലെ ഈ ചാബഹാർ പോർട്ടിന് മേൽ കൂടുതൽ ഉപരോധവും കൂടുതൽ സാമ്പത്തിക സമ്മർദ്ദവും ഒക്കെ ഏർപ്പെടുത്താൻ ശ്രമിക്കുന്നു. അത് ഇന്ത്യക്കും ബുദ്ധിമുട്ടാണ്. കാരണം ഇന്ത്യ അവിടെ $120 മില്യൺ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം റഷ്യയുമായിട്ടുള്ള ഇടപാടിൽ നിന്ന് പിന്മാറണമെന്ന് ഇന്ത്യയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നതെല്ലാം കേട്ട് ഒരു സാമന്ത രാജ്യമായിട്ട് ഇന്ത്യ നിൽക്കുമോ? ഇല്ലില്ല. ഇന്ത്യയുടെ കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് മിസ്റ്റർ ജയശങ്കറിൻ്റെ വിദേശകാര്യമന്ത്രി ജയശങ്കറിൻ്റെ നയങ്ങൾ ഇന്ത്യയുടെ ഒരു വ്യക്തമായ ഒരു നയം, വിദേശ നയം പ്രൊണൗൺസ് ചെയ്യുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. എത്ര തന്നെ ഇപ്പം മറ്റേത് വെസ്റ്റേൺ നറേറ്റീവ് ആയിരുന്നു ഇന്ത്യ പോലും, അല്ലെങ്കിൽ അമേരിക്കൻ നറേറ്റീവ് ആയിരുന്നു ഇന്ത്യ പോലും വിദേശകാര്യങ്ങളിൽ സ്വീകരിച്ചുകൊണ്ടിരുന്ന സാധനം. അതിൽ നിന്ന് മാറി ഇന്ത്യയുടേതായിട്ടുള്ള ഒരു നിലപാടുകൾ. ഇപ്പോൾ ഉദാഹരണം, അതിൻ്റെ ക്ലാസിക്കൽ എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഉക്രൈൻ റഷ്യ യുദ്ധം വന്നപ്പോഴത്തേക്ക് ക്രൂഡ് നമ്മൾ വാങ്ങിച്ചത് തന്നെയാണ്. അതൊരു ക്ലാസിക്കൽ മെസ്സേജാണ്. വിദേശ രാജ്യങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയെ ബാധിക്കേണ്ട പ്രശ്നമില്ല. മാത്രമല്ല അത് ഇന്ത്യ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് ഈ ബജറ്റിൽ കണ്ടിരിക്കുന്നത്. കേന്ദ്ര നിർമ്മലാ സീതാരാമൻ്റെ ഒടുവിലത്തെ ബജറ്റിൽ ഇത് ഇന്ത്യ ഏകദേശം തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം FDIയിൽ പോലും ഇനി അധികം വിശ്വസിക്കാൻ പറ്റില്ല. എന്തായാലും ട്രംപിൻ്റെ ശത്രുക്കൾ ആരാണെന്നുള്ളത് വരും ദിവസങ്ങളിലല്ലേ, ഏതൊക്കെ രാജ്യങ്ങളാണെന്നുള്ളത് പ്രത്യക്ഷമായിട്ട് തന്നെ മുന്നിലേക്ക് കയറി വരുന്നത് നമുക്ക് കാണാം. തീർച്ചയായിട്ടും വളരെ രസകരമായ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.